ക്രിപ്റ്റോ വെച്ചിട്ട് നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ലീഗലായിട്ട്? പിന്നെന്താ, ഞാൻ ലീഗലായിട്ടല്ല ചെയ്ത് കൊടുത്ത്. അതായത് ദുബായിൽ ഞാൻ എപ്പോഴും യെസ് എന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ ബാക്കിയുള്ള രാജ്യത്ത് ചിലപ്പോൾ ടാക്സ് എന്നായിരിക്കും പറയാം. ഇപ്പൊ എന്റെ ക്ലയന്റിന്റെ കയ്യിൽ USDT ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആളെ ബഡ്ജറ്റ് 2.5-2.6 മില്യൺ ആണ് ബില്ല. Tier 1 ഡെവലപ്പർ ആണ്. ഇവര് USDT മാത്രം കളക്ട് ചെയ്യുന്നുള്ളൂ. ആദ്യം വാലറ്റ് ത്രൂ ആണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഏജൻസി ത്രൂ ആണ്, US ബേസ്ഡ് ഏജൻസിയാണ്. ഇവരെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ക്ലയന്റിന്റെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മേടിക്കും, പിന്നെ ഇമെയിൽ ID, നമ്മുടെ യൂട്ടിലിറ്റി അഡ്രസ് പ്രൂഫ്. അതിനുശേഷം ഇവരൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ചെയ്യും. അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവരൊരു സൈനിങ്ങിനായിട്ട് ഫോർമൽ സൈനിങ് ക്ലയന്റ് ത്രൂ ചെയ്യും. എന്നിട്ടാണ് ഇവരൊരു ലിങ്ക് ജനറേറ്റ് ചെയ്യുക. അതിൽ ത്രൂ ആണ് ഈ ഇൻവെസ്റ്റർ USDT ട്രാൻസ്ഫർ ചെയ്ത് ഈ ഏജൻസി ഡയറക്റ്റ് ഡെവലപ്പറിന് ക്യാഷ് ആയിട്ടല്ല ബാങ്കിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ ട്രാൻസ്ഫർ എമൗണ്ട് ആണ് AED ത്രൂ DLDക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പർ ഡയറക്റ്റ് ക്രിപ്റ്റോ മേടിച്ച് ക്രിപ്റ്റോ ആയിട്ടല്ല DLDക്ക് സബ്മിറ്റ് ചെയ്യുക, ദിർഹംസ് ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടന്നത്. അപ്പോൾ ലീഗലി ആണിത്.